ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനാക്രമണം, 2 പേർ കൊല്ലപ്പെട്ടു. വിദേശ വിദ്യാഭ്യാസത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ. നേര്യമംഗലത്ത് KSRTC ബസ് മറിഞ്ഞ് അപകടത്തിൽ ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം, നിരവധി പേർക്ക് പരിക്ക്. ബഹിരാകാശ യാത്രയിൽ ചരിത്രം കുറിച്ച് വനിതകൾ. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് 31 ദൗത്യം വിജയകരം. PM ശ്രീ പദ്ധതി സംസ്ഥാനത്തിന് ബാധ്യതയാകും, നിലപാട് കടുപ്പിച്ച് CPI. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ 2 ആദിവാസികൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവമൂരിലെ സതീഷും അംബികയുമാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിൽ കുടില് കെട്ടി താമസിക്കുകയായിരുന്നു ഇരുവരും. ഇന്നലെയാണ് സതീഷിനും അംബികയ്ക്കും നേരെ കാട്ടാനക്കൂട്ടത്തിന് ആക്രമണമുണ്ടായത്. 2-3 കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സതീഷിനു നേരെ കാട്ടാന ആക്രമണമുണ്ടായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി കൂടെയുണ്ടായിരുന്നവർ വെള്ളത്തിൽ ചാടി. സതീഷ്, ഭാര്യ രമ, രവി, ഭാര്യ അംബിക എന്നിവരാണ് കാട്ടാനയുടെ മുന്നിലാകപ്പെട്ടത്. രവിക്കും പരിക്കേറ്റിട്ടുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിലേക്ക് ചാടിയ അംബിക മുങ്ങി മരിച്ചതെന്നാണ് സംശയിക്കുന്നത്. മഞ്ഞക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടുകൊമ്പൻ പ്രദേശത്ത് വരാറുണ്ടെന്നും ഇപ്പോൾ മതപ്പാടില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. അതിരപ്പള്ളി പിക്നിക് സ്പോട്ടിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായത്. മുന്നിലകപ്പെട്ട സതീശിനെയും അംബികയെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം. പുഴയിലാണ് അംബികയുടെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റുള്ളവരെ വനംവകുപ്പ് അധികൃതർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും 2 ജീവൻ കൂടി നഷ്ടപ്പെട്ടത്. അതേസമയം സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനമന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തി. വനംവകുപ്പ് മേധാവിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ആശ്വാസ ധനസഹായം അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദേശ വിദ്യാഭ്യാസത്തിന് മലയാളികളുടെ ഇഷ്ടരാജ്യങ്ങളായ UK, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ വന്നിരിക്കുന്ന വിസ ചട്ട ഭേദഗതികൾ മറച്ചുവെച്ച് വിദേശ വിദ്യാഭ്യാസത്തെ പല ഏജൻസികളും ദുരുപയോഗിക്കുന്ന പ്രവണത കൂടി വരുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ. വിദേശ വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണത്തിനു വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സെമിനാർ വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയങ്കരരും പ്രതീക്ഷയും ഞങ്ങൾ അർപ്പിക്കുന്നവരുമായ ശ്രീ ലിയോൺ ജോസ്, ജസ്റ്റിൻ ജോസ്, ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പുതിയ അധ്യായം തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണെന്ന്. ഇതുപോലൊരു സെമിനാർ ഇതിനു മുൻപ് ിട്ടുണ്ടെങ്കിലും ഇത്ര ഭംഗിയായിട്ട് ഈ ഒരു വിഷയത്തിൽ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഇത് ക്രമീകരിച്ച ഇതിനൊരു പാഷൻ, നമ്മളെ സ്നേഹിക്കുന്ന, സമുദായത്തെ സ്നേഹിക്കുന്ന ലിയോണിനെ പോലെയും ജസ്റ്റിനെ പോലെയുള്ള കരുത്തരായിട്ടുള്ള നേതാക്കള് നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുകയാണ്. കൂടുതൽ ചൈതന്യത്തോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. നമുക്കതുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഏറ്റവും ആനുകാലികമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖർ ഒരേ വേദിയിൽ പങ്കെടുത്ത് അതത് രാജ്യങ്ങളിലെ വിസ നിയമങ്ങളും വിദേശ പഠന സാധ്യതകളും പ്രതിസന്ധികളും ചതിക്കുഴികളും വിശകലനം ചെയ്ത പ്രോഗ്രാം വ്യത്യസ്ത അനുഭവം നിറഞ്ഞതായിരുന്നു. കേരള നിയമസഭ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിസ ചട്ട ഭേദഗതികൾ കാരണം ജോലി കിട്ടാതെ നാട്ടിലേക്ക് മടങ്ങി വരുന്നവരെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും എന്നതിനെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. അതേസമയം ഓസ്ട്രേലിയയിൽ നിന്നുള്ള മലയാളി മന്ത്രി ജിൻസൺ ചാൾസ് ആൻഡോ ഓസ്ട്രേലിയൻ പഠനത്തെക്കുറിച്ചും UK കോംബ്രിഡ്ജ് മേയർ അഡ്വക്കേറ്റ് ബൈജു തിറ്റാല UK പഠനത്തെക്കുറിച്ചും വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്യൻ റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ ജർമ്മൻ പഠനത്തെക്കുറിച്ചും മുൻ ഫൊക്കാന ജനറൽ സെക്രട്ടറി ടോമി കക്കാട് കാനഡ പഠനത്തെക്കുറിച്ചും എൻവർട്ടിസ് വിദേശ വിദ്യാഭ്യാസ MD ഫെബിൻ സിറിയക് ആഗോള പഠനത്തെക്കുറിച്ചും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് ഓരോ രാജ്യത്തെ പഠനത്തെക്കുറിച്ചും സംശയങ്ങൾ ചോദിക്കാൻ അവസരമൊരുക്കിയ ചർച്ചാവേദിയായി പ്രോഗ്രാം മാറി. ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ഒഴുകയിൽ, സിജോ ഇലന്തൂർ, ഫാദർ ജോൺ പുതുവ, ബെന്നി ആന്റണി, ട്രീസാലിസ് സെബാസ്റ്റ്യൻ, ലിയോൺ ജോസ് വിധേയത്തിൽ, ജസ്റ്റിൻ ജോസ് നടക്കാലൻ എന്നിവർ പ്രസംഗിച്ചു. ജോമേഷ് കൈതമന, ജോയ്സ് മേരി ആന്റണി, ഷിജോ ഇടയാടിൽ, സിജോ കണ്ണെഴുത്ത്, അബി മാത്യൂസ്, അപർണ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി.
പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ അഭിവന്ദ്യനായ രമേശ് പിതാവ്, വൈദിക ശ്രേഷ്ഠരെ, കത്തോലിക്ക കോൺഗ്രസിന്റെയും യൂത്ത് കൗൺസിലിന്റെയും നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് കത്തോലിക്ക കോൺഗ്രസിന്റെ യൂത്ത് കൗൺസിലിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഏറ്റവും കാലിക പ്രാധാന്യമുള്ള വിഷയമാണ്. ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്ന കേരളം ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ ക്രീമായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ കേരളം വിടുകയാണ്. ഞാൻ സത്യത്തിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിച്ച സമയത്താണ് ശ്രദ്ധിച്ചത്. അതായത് ഒരു 70 മുതൽ 100 പേര് വരെയുള്ള ചെറുപ്പക്കാർ സ്ഥലത്തില്ല. അപ്പോൾ ഗൾഫിലല്ല, നോക്കി അതിന്റെ ഡീറ്റെയിൽസ് സ്റ്റഡി ചെയ്തപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്കല്ല, ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും UK യിലേക്കും ഒക്കെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുകയാണ്. പിന്നീടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. ഇപ്പൊ പലരും ചെയ്യുന്നത് 35-40 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വീട് പണയം വെച്ച് ലോൺ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്, കാനഡയിലേക്ക്, ജർമ്മനിയിലേക്ക്. ഇപ്പൊ ജർമ്മനിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ്. കാനഡയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അപ്പൊ അവിടെ പോയി പഠിക്കുന്നത് കോഴ്സ് ഏതാണ്? അത് അവിടെ ജോലി സാധ്യതയുള്ള കോഴ്സാണോ? വിദേശത്ത് പോയി പഠിക്കുന്നതൊന്നും തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനല്ല. പണ്ടുകാലത്ത് തന്നെ ആളുകൾ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളല്ലേ വിദേശത്ത് പോയി നല്ല സർവകലാശാലകൾ പോയി ഇനിയും പഠിക്കണം. ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഏറ്റവും നല്ല ഇപ്പൊ കാനഡയിൽ പോകുന്ന കനേഡിയൻ നല്ല സർവകലാശാലകളുണ്ട് കാനഡയിൽ. അവിടെ പോയി പഠിക്കുന്നതിൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ പോയി, സെയിന്റ് ആൻഡ്രൂസിൽ പോയി, കേംബ്രിഡ്ജിൽ പോയി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി, അമേരിക്കയിലെ ചില സർവകലാശാലകളിൽ പോയി പഠിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? അങ്ങനെ പഠിക്കണം. പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെ പഠിക്കാൻ പോകുന്ന അല്ലത്. ഇത് പഠിക്കാൻ പോകുന്നതല്ല, ഇത് ജോലി തേടി പോകുന്നതാണ്. അപ്പോൾ പഠിക്കുന്നതോടൊപ്പം ചെറിയ ജോലി ചെയ്ത് അതിന്റെ ചെലവ് നടക്കും എന്ന് വിചാരിച്ചു. ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ലിയോണം ജസ്റ്റിനൊക്കെ നന്നായിട്ട് ആ കാര്യം അറിയാം. അതുകൊണ്ടാണ് അവർ ഇതുപോലത്തെ ഒരു പരിപാടി വെച്ചത്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അവർക്ക് അവിടെ ചെന്നപ്പോൾ റിയാലിറ്റി ബോധ്യപ്പെട്ടു, അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. അവിടെ പലർക്കും ജോലിയില്ല. ഇപ്പൊ ഞങ്ങളോടൊക്കെ വിളിക്കാറുണ്ട്, അവിടെയുള്ള മലയാളികളോടൊക്കെ വിളിച്ച്, വലിയ അവിടെ മലയാളി അസോസിയേഷനോടൊക്കെ വിളിച്ച്, ഇന്ത്യൻ അസോസിയേഷനോടൊക്കെ വിളിച്ച് ശുപാർശ ചെയ്യണം, ഒരു ജോലി ശരിയായി കൊടുക്കണം. പലർക്കും ജോലിയില്ല. ഉള്ളവർ തന്നെ നമ്മുടെ ഈ ആയമാരൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഓൾഡ് ഏജ് ഹോമിലൊക്കെ. അതൊന്നും ഒരു തെറ്റായ ജോലിയാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ജോലി തന്നെ അതുപോലെ കിട്ടാതായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണോ? ആ സ്ഥിതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു എന്താ പറയുന്നത്, ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് അത് എത്തി, ആ ജോലി സാധ്യതകളുള്ള പല സ്ഥലത്തും. അപ്പൊ അത് ഇനി പോകുന്നവർക്ക് ഈ 40-50 ലക്ഷം രൂപ വീട് പണയപ്പെടുത്തി പോവുകയാണ് എന്നുള്ളൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ അങ്ങോട്ട് പോകുന്ന ആളുകളുടെ ജോലി കിട്ടിയ ആളുകൾ പോലും കേരളത്തിലേക്ക് പണം അയക്കുന്നില്ല. ഗൾഫിലേക്ക് കേരളത്തിന്റെ ഇക്കോണമിയെ പോലും ബാധിക്കുന്ന ഒരു തരത്തിലാണ്. അതായത് ഗൾഫിലേക്ക് പോയ ആളുകൾ കേരളത്തിലേക്ക് പണം അയക്കും, അവർ കേരളത്തിലിടയ്ക്ക് വരും, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ബേക്കറിയെങ്കിലും തുടങ്ങി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറെ കൂടി നല്ല വെൽഫെയർ മെഷേഴ്സ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഡെറ്റാണ്, ആ പൈസയൊക്കെ അടച്ച് അവിടെ സെറ്റിൽ ചെയ്ത് അവിടുത്തെ വെൽഫെയർ ആക്ടിവിറ്റീസ് കുറെ കൂടെ ബെറ്റർ ആണ്. അവിടെ തുടരാനുള്ള ഒരു ടെൻഡൻസി അവിടെ കൊണ്ടു. പക്ഷെ ഇത് ഭാവിയിൽ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഗൗരവതരമായി ബാധിക്കുകയും ക്രീമായിട്ടുള്ള ചെറുപ്പക്കാരും കേരളത്തിൽ ഇല്ല എന്നുള്ള സ്ഥിതി വരും. ഇറ്റലി, സ്പെയിനിനൊക്കെ പോലുള്ള രാജ്യങ്ങളെ പോലെ പ്രായമായവരുടെ സ്ഥലമായിട്ട് മാറണം. ഇപ്പൊ തന്നെ ബിൽഡേഴ്സ് എല്ലാം കേരളത്തിൽ പ്ലാൻ ചെയ്ത് ഓൾഡ് ഏജ് ഹോമിനും കമ്മ്യൂണിറ്റി ലിവിങ്ങിനും ഒക്കെ പറ്റിയുള്ള പുതിയ മോഡൽ ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ ആലോചിച്ചു തുടങ്ങി. ഫ്ലാറ്റുകളും മറ്റു വില്ലകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അത്രയും സ്ഥലങ്ങളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പൊ കേരളത്തിൽ ഗണ്യമായ ഒരു രീതിയിൽ വരും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ബാധിക്കും, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ശ്രദ്ധിക്കേണ്ടത്? അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തണം. ആദ്യം ഈ പോകുന്ന കുട്ടികൾ എങ്ങനെയാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നത്, അവരെങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, എന്താണ് അവരുടെ സ്ഥിതി എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തണം. എത്ര പെർസെൻറ്റേജ് പേര് പ്രോപ്പറായിട്ട് അക്കോമഡേഷൻ കിട്ടുന്നുണ്ട്? നമ്മളിപ്പോ ഇവിടുന്ന് പോയി അവിടെ പോയി പഠിച്ച് അവിടെ നല്ല ജോലി കിട്ടി നല്ല നിലയിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അയ്യോ കേരളം വിട്ടു പോകരുത്, നിങ്ങൾ അവിടെ ഒന്ന് പോരണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എത്ര പെർസെൻറ്റേജ് ആളുകളെ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറിൽ എന്താണ് ഈ തൊഴിലിന്റെ കാര്യം എന്ന് പറയുന്നത്? ഇപ്പോൾ കോവിഡിന് മുമ്പുണ്ടായിരുന്ന തൊഴിലിന്റെ നേച്ചർ
കോവിഡിന് ശേഷമുള്ള തൊഴിലിന്റെ നേച്ചറും മാറി. ലോകം വളരെ വേഗത്തിൽ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലത്ത് തൊഴിലിന്റെ നേച്ചർ പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ആളുകൾ തിരിച്ചു പോരാൻ തുടങ്ങും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അസസ്മെന്റും എൻ്റെ ഒരു അറിവ്. KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. എറണാകുളം നീരമംഗലം മണിയമ്പാറയിലാണ് അപകടമുണ്ടായത്. മറിഞ്ഞ ബസ്സിനിടയിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മണിയമ്പാറയിൽ KSRTC ബസ് താഴ്ചയിലേക്ക് തെന്നി നീങ്ങിയുണ്ടായ അപകടത്തിൽ 15 വയസ്സുകാരി മരിച്ചു. കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ കയറിയ ബസ് റോഡിൽ നിന്ന് തെന്നി താഴേക്ക് നീങ്ങുകയായിരുന്നു. ബസ്സിൽ നിന്ന് തെറിച്ചു വീണ ഇടുക്കി കീരിത്തോട് സ്വദേശിയായ 15 വയസ്സുകാരി അടിയിൽപ്പെടുകയായിരുന്നു. ഉടൻ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതേസമയം ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നുവെന്നാണ് ലഭിച്ച വിവരം. പരിക്കേറ്റവരെ കോതമംഗലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 18 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം. പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യനില ഗുരുതരമല്ല. ഇന്ന് രാവിലെയോടെയാണ് കട്ടപ്പനയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ് അപകടത്തിൽപ്പെട്ടത്. റോഡിന് സമീപത്തു നിന്നും 20 അടിയോളം താഴ്ചയുള്ള ഭാഗത്തേക്കാണ് ബസ് മറിഞ്ഞത്. ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞപ്പോൾ പുറത്തേക്ക് തെറിച്ചു വീണ കുട്ടി ബസിന്റെ അടിയിൽ കുടുങ്ങി പോവുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് പെൺകുട്ടിയെ പുറത്തെടുത്തത്. ബസ്സിൽ കുടുങ്ങിയ മറ്റ് യാത്രക്കാരെയും ഉടൻ തന്നെ പുറത്തെത്തിച്ചു. ഫയർഫോഴ്സ് അടക്കമെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചരിത്ര വിജയമായി ബ്ലൂ ഒറിജിന്റെ NS-31 ബഹിരാകാശ ദൗത്യം. പ്രശസ്ത ഗായിക ക്യോറ്റി പെറി ഉൾപ്പെടെ 6 വനിതാ യാത്രികരുമായി നടത്തിയ ബഹിരാകാശ ദൗത്യമാണ് വിജയക്കൊടി പാറിച്ചത്. ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലുള്ള കർമാൻ രേഖയിലൂടെ സഞ്ചരിച്ച് പേടകം ഭൂമിയിൽ തിരിച്ചെത്തി. 10 മിനിറ്റോളമാണ് ദൗത്യം നീണ്ടുനിന്നത്. ബഹിരാകാശ വിനോദസഞ്ചാര യാത്രകളുടെ ചരിത്രത്തിൽ പുതു അധ്യായമെഴുതി ബ്ലൂ ഒറിജിന്റെ NS-31 ദൗത്യ വിജയം. പ്രശസ്ത പോപ്പ് ഗായിക കാറ്റി പെറി, ബ്ലൂ ഒറിജിൻ ഉടമ ജെഫ് ബേസോസിന്റെ പ്രതിശ്രുത വധു ലൗറൻ സാഞ്ചീസ് അടക്കം 6 വനിതകളായിരുന്നു യാത്രക്കാർ. ന്യൂ ഷെപ്പേർഡ് റോക്കറ്റിന്റെ സഹായത്തോടെ ഉപരിതലത്തിൽ നിന്ന് 105 കിലോമീറ്റർ ഉയരം വരെ പോയി അവിടെ 10 മിനിറ്റോളം ചിലവഴിച്ച് ശേഷം പേടകം തിരികെ ഭൂമിയിലിറങ്ങി. കാർമാൻ ലൈൻ കടന്നതിനാൽ സാങ്കേതികമായി ഇതിനെ ബഹിരാകാശ യാത്രയെന്ന് വിളിക്കാവുന്നതാണ്. ഏതാനും മിനിറ്റുകൾ യാത്രക്കാർക്ക് ഭാരമില്ലാത്ത അവസ്ഥയും അനുഭവപ്പെടും. ഇത്തരത്തിലുള്ള 11ാം യാത്രാദൗത്യമായിരുന്നു ഇന്നത്തേത്. കമ്പനിയുടമ ജെഫ് ബേസോസ് അടക്കം പല പ്രമുഖരും ഈ പേടകത്തിൽ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും സ്ത്രീകൾ മാത്രമുള്ള ആദ്യ ദൗത്യമായിരുന്നു ഇത്. വെസ്റ്റ് ടെക്സാസിൽ വെച്ചായിരുന്നു വിക്ഷേപണം. ശതകോടീശ്വരൻ ജെഫ് ബേസോസിന്റെ നേതൃത്വത്തിലുള്ള എയ്റോസ്പേസ് കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ബ്ലൂ ഒറിജിന്റെ പുതിയ ന്യൂ ഷെപ്പേർഡ് റോക്കറ്റ് നടത്തുന്ന 11ാം മനുഷ്യ ബഹിരാകാശ ദൗത്യമാണ് NS-31. ഭൂമിക്കും ബഹിരാകാശത്തിനും ഇടയിലുള്ള കർമാൻ ലൈനിന്റെ മുകളിലൂടെയാണ് പേടകം സഞ്ചരിച്ചത്. പ്രശസ്ത ഗായിക കാറ്റി പെറി, ഐഷ ബോ, അമാൻഡ ന്യൂഗിയൻ, ഗെയിൽ കിങ്, കെറിയാൻ ഫ്ലിൻ, ലോറൻ സാഞ്ചസ് എന്നിവരാണ് യാത്രയിൽ പങ്കെടുത്തവർ. PM ശ്രീ പദ്ധതി ഭാവിയിൽ സംസ്ഥാനത്തിനെ ബാധ്യതയാക്കുമെന്ന നിലപാട് LDF-ൽ വിശദീകരിക്കാൻ CPI. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കാലക്രമേണ സംസ്ഥാനത്തിന്റെ തലയിൽ വെക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളായിരിക്കും CPI LDF-ൽ ചൂണ്ടിക്കാട്ടുക. മുന്നോട്ടുള്ള പോക്കിനെ PM ശ്രീ പദ്ധതി സംസ്ഥാനത്തിന് അനിവാര്യമാണെന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ചത്. എന്നാൽ നയപരമായി ഇക്കാര്യത്തിലുള്ള വിയോജിപ്പ് CPI ആവർത്തിച്ചു. PM ശ്രീ പദ്ധതിയിൽ അംഗമാകണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടിനോട് ഇനിയും യോജിക്കാതെ CPI. LDF-ൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുന്നതോടെ ഈ ആഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകില്ല. PM ശ്രീയിൽ ചേരാത്തതിനാൽ സമഗ്ര ശിക്ഷ കേരള ഫണ്ട് കൂടി തടഞ്ഞുവെക്കുന്ന കേന്ദ്ര നിലപാടിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് ശരിയല്ലെന്ന വാദമാണ് CPI മുന്നോട്ട് വെക്കുന്നത്. PM ശ്രീയിൽ ചേരുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പ് നീക്കത്തെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ശക്തമായി എതിർത്തിരുന്നു. കൂടുതൽ ചർച്ചയ്ക്കായി അടുത്ത മന്ത്രിസഭാ യോഗത്തിലേക്ക് വിഷയം മാറ്റിയെങ്കിലും CPI അയഞ്ഞിട്ടില്ല. മാസപ്പടി കേസിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തെ V ശിവൻകുട്ടി പരസ്യമായി വിമർശിച്ചത് ഇതിനുശേഷമായിരുന്നു. PM ശ്രീയിൽ ചേരാത്തതിനാൽ SSKയ്ക്കുള്ള 750 കോടി കേന്ദ്രം തരാത്തതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉന്നയിക്കുന്നത്. എന്നാൽ PM ശ്രീക്ക് പിന്നിൽ BJPയുടെ വലിയ കെണിയുണ്ടെന്നാണ് CPIയുടെ നിലപാട്. പദ്ധതിയിൽ ചേരുന്ന സ്കൂളുകൾക്ക് മുന്നിൽ PM ശ്രീ ബോർഡും പ്രധാനമന്ത്രിയുടെ ചിത്രവും വെക്കേണ്ട കോബ്രാൻഡിംഗിൽ CPI ഇനിയും വിട്ടുവീഴ്ചയ്ക്കില്ല. അതിനുമപ്പുറം ഇടത് പാർട്ടികൾ ശക്തമായി എതിർക്കുന്ന
AEP അഥവാ ദേശീയ വിദ്യാഭ്യാസ നയവും PM ശ്രീയിൽ ചേരും വഴി നടപ്പാക്കേണ്ടി വരുമെന്നതും CPIയുടെ മറ്റൊരു പ്രധാന പ്രശ്നമാണ്. PM ശ്രീയിൽ ഒരിക്കൽ ചേർന്നാൽ പിന്നെ മാറാനാകില്ല. കേരളത്തിനുമൊപ്പം തമിഴ്നാടും ബംഗാളും NEPയെ എതിർക്കുകയാണ്. ചർച്ച കൂടാതെ നയം മാറ്റാനാകില്ലെന്നതാണ് CPI കടുംപിടുത്തം. LDFൽ ചർച്ച ചെയ്യണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. മറ്റ് ഘടകകക്ഷികൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. LDF ചേർന്നാലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് CPI പറയുന്നത്. സർക്കാരിന്റെ വാർഷിക പരിപാടികൾ അടുത്തയാഴ്ച ആരംഭിക്കുന്നതുകൊണ്ട് LDF യോഗം എന്ന് ചേരുമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മത്സരം മുറുകുന്നു. മേധാവിയാകാൻ തയ്യാറാണെന്ന് പ്രാഥമിക പട്ടികയിലുള്ള 6 പേരും സർക്കാരിനെ അറിയിച്ചു. അതിനിടെ മനോജ് എബ്രാഹിമിനെ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒഴിവിൽ MR അജിത് കുമാറിനെ വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP-യാക്കാൻ നീക്കം തുടങ്ങി. കേരള പോലീസിന്റെ തലപ്പത്ത് വൻ മാറ്റങ്ങളുടേതാണ് ഇനിയുള്ള 2 മാസം. ജൂൺ 30-ന് പോലീസ് മേധാവി ദർവേഷ് സാഹിബ് വിരമിക്കും. ഏപ്രിൽ 30-ന് മനോജ് എബ്രഹാമിന് DGP റാങ്ക് ലഭിക്കും. ഇതോടെ ആദ്യം പുതിയ ക്രമസമാധാന ചുമതലയുള്ള ADGP-യെയും പിന്നാലെ പുതിയ പോലീസ് മേധാവിയെയും കണ്ടെത്തണം. അടുത്ത മേധാവിയെ കണ്ടെത്താൻ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം തയ്യാറാക്കിയ പട്ടികയിൽ 6 പേരാണ് ഉള്ളത്. നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരാണവർ. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇവരുടെ സമ്മതം അന്വേഷിച്ചപ്പോൾ 6 പേരും തയ്യാറാണ്. 6 പേരെയും ഉൾപ്പെടുത്തി പ്രാഥമിക പട്ടിക DGP സർക്കാരിന് കൈമാറി. മെയ് ആദ്യത്തോടെ ഈ പട്ടിക കേന്ദ്രത്തിന് കൈമാറും. ഇതിൽ നിന്ന് 3 പേരെ ഉൾപ്പെടുത്തി UPSC അന്തിമ പട്ടിക തിരിച്ചു നൽകും. അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ നിതിൻ അഗർവാൾ, രവാഡ, യോഗേഷ് ഗുപ്ത എന്നിവരായിരിക്കും അന്തിമ പട്ടികയിൽ ഉണ്ടാവുക. അങ്ങനെ വന്നാൽ പോലീസ് മേധാവിയാകുവാനുള്ള അജിത് കുമാറിന്റെ സാധ്യത എന്നേക്കുമായി ഇല്ലാതാകും. അതിനു മുൻപ് അജിത് കുമാർ ക്രമസമാധാന ചുമതലയിലേക്ക് മടങ്ങി വരുമോ എന്നാണ് പോലീസിൽ ഉയരുന്ന അടുത്ത ചോദ്യം. ഈ 30-ന് K പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിൽ മനോജ് എബ്രഹാമിന് DGP റാങ്ക് ലഭിക്കുന്നതോടെ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിൽ നിന്ന് അദ്ദേഹം മാറും. ആ ഒഴിവിൽ അജിത് കുമാറിനെ തിരിച്ചു കൊണ്ടുവരുവാനാണ് ചില ചരടുവലികൾ. എന്നാൽ ജൂലൈ 1-ന് അദ്ദേഹത്തിനും DGP റാങ്ക് ലഭിക്കുന്നതിനാൽ 2 മാസമേ ADGP കസേരയിൽ ഇരിക്കാനാവൂ. അതിനാൽ H വെങ്കടേഷ്, S ശ്രീജിത്ത്, ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരും പരിഗണനയിലുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം. കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ലെന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കിഫ്ബി ജീവനക്കാർക്ക് അയച്ച വിഷു സന്ദേശത്തിലാണ് KM എബ്രഹാം വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചത്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നാണ് പ്രതികരണം. ഹർജിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനും തന്നോടുള്ള വൈരാഗ്യമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് KM എബ്രഹാം പറയുന്നത്. ധനസെക്രട്ടറി ആയിരിക്കെ ഹർജിക്കാരൻ PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണെന്നും KM എബ്രഹാം പറയുന്നു. ജേക്കബ് തോമസിനെതിരെയും KM എബ്രഹാം ആരോപണം ഉന്നയിച്ചു. തനിക്കെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മുൻ വിജിലൻസ് ഡയറക്ടർ നേരത്തെ 20 കോടി തിരിമറി നടത്തിയത് താൻ കണ്ടെത്തി. ഹർജിക്കാരനൊപ്പം അദ്ദേഹവും ചേർന്നുവെന്നും KM എബ്രഹാം കുറ്റപ്പെടുത്തുന്നു. സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചോ എന്ന് സംശയമുണ്ട്. ഭാര്യയുടെ അക്കൗണ്ടിലെ മുഴുവൻ രേഖകളും പരിശോധിച്ചിട്ടില്ല. കൊല്ലത്തെ കെട്ടിടം പണി താനും സഹോദരന്മാരും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ചാണെന്നും KM എബ്രഹാം വിശദീകരിക്കുന്നു. ഇതുകൊണ്ടെല്ലാം തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യങ്ങൾ നിരാകരിച്ചതിന് പിന്നാലെ ഹാർവർഡ് സർവകലാശാലയ്ക്കുള്ള $2.2 ബില്യൺ ധനസഹായം മരവിപ്പിച്ച US. സർവകലാശാലയിലെ ജൂതവിരോധം അവസാനിപ്പിക്കാനായി നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രംപ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിർദ്ദേശമനുസരിക്കാതെ വന്നതോടെയാണ് സർവകലാശാലയ്ക്ക് അനുവദിക്കാറുള്ള സഹായം US ഭരണകൂടം തടഞ്ഞുവെച്ചത്. ധനസഹായത്തിനു പുറമെ $60 ദശലക്ഷം സർക്കാർ കരാറുകൾ കൂടി ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പസിലെ സെമിറ്റിക് വിരുദ്ധത ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചാണ് നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങളുടെ പട്ടിക വൈറ്റ് ഹൌസ് ഹാർവർഡ് സർവകലാശാലയ്ക്ക് കൈമാറിയത്. ഇതിനായി സർവകലാശാലയിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കണമെന്നും ഭരണം, നിയമന രീതികൾ, പ്രവേശന നടപടിക്രമങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുമായിരുന്നു ആവശ്യം.
വൈവിധ്യവത്കരണവുമായി ബന്ധപ്പെട്ട് ഓഫീസുകൾ അടച്ചുപൂട്ടുവാനും രാജ്യാന്തര വിദ്യാർത്ഥികളുടെ ഇമിഗ്രേഷൻ പരിശോധനയ്ക്ക് അധികാരികളുമായി സഹകരിക്കാനും സർവകലാശാലയ്ക്ക് കൈമാറിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സർവകലാശാല പ്രസിഡന്റ് അലൻ ഗാർബർ തള്ളി. സർവകലാശാല അതിന്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായ അവകാശങ്ങളോ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ലെന്നും അലൻ ഗാർബർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അയച്ച കത്തിൽ വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ ചിലർ പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. സെമിറ്റിക് വിരുദ്ധ പീഡനത്തിനും വിവേചനത്തിനും ഇടയാക്കിയ സംഭവത്തിൽ യുഎസിലെ 60 കോളേജുകൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് മാർച്ചിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വഖഫ് നിയമം മുസ്ലിങ്ങൾക്കെതിരല്ലെന്നും നിയമ ഭേദഗതിയിലൂടെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റി തിരുത്തുകയാണ് സർക്കാരെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൊച്ചി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുസ്ലിങ്ങൾക്കെതിരായ നീക്കം കേന്ദ്രം നടത്തുന്നുവെന്ന പ്രചരണത്തിനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഇത് തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം മുൻപത്തുണ്ടായ സംഭവം ഇനി രാജ്യത്ത് എവിടെയും ആവർത്തിക്കില്ലെന്നും മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. Thank you very much, my friend and the state BJP president Rajiv Chandrasekharji and my colleague in the Ministry of Minority Affairs George Kurianji and all the senior BJP leaders of Kerala. We are meeting here in Kochi and I am very happy to be here again. Last month before the parliament session I had come to Thiruvananthapuram for an event. Today I have come for an issue which is extremely crucial, important and sensitive. Land is the most precious thing for all of us. Many countries also go to war because of a piece of land. Land we consider motherland. So a piece of land is most valuable for human being. If you lose your land, then you lose everything. That is why we have considered that in India there should not be any provision for anybody to forcefully and unilaterally take away somebody's land. We must make laws which must protect every inch of land for their rightful owner. We brought this amendment for the provisions which were there in the 1995 Waqf Act, which had given unprecedented powers and authorities to the Waqf boards. You just imagine under section 40 of the Waqf Act, the state Waqf boards can declare any property as Waqf property, and once it is confirmed by the tribunals, even there is no option of going to the courts. Going to the courts was only available under writ petition, which you all know. Writ is a very limited window, which is a discretionary in nature, which doesn't change the facts. It just get into the issue of the law, not of the facts. That is why we thought we must give justice to the thousands and thousands of people who have lost their rightful claim, their ownership on their particular lands. This is not related to or targeted to Muslim alone. There are some campaign going on to set a narrative that the central government is working against Muslim community. No. We are here to correct the mistakes done in the past and to provide justice to the needy people. Let me also remind that it is not only other communities, not only Christian communities, but crores and crores of Muslim women, the poor Muslims, the destitutes, they are also deprived of the benefits which they should have got from the Waqf properties.
ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ലോക് ബന്ധു ആശുപത്രിയിൽ വൻ തീപിടുത്തം. 200ഓളം രോഗികളെയും ജീവനക്കാരെയും ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിച്ചു. അഗ്നിശമന സേനയും മറ്റ് അടിയന്തര രക്ഷാപ്രവർത്തക വിഭാഗങ്ങളും സ്ഥലത്തെത്തി. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ആശുപത്രിയിലെ താഴത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. പിന്നാലെ കെട്ടിടത്തിൽ പുക നിറഞ്ഞു. ആദ്യം തീപിടിച്ച നിലയിൽ 40ഓളം രോഗികളാണ് ഉണ്ടായിരുന്നത്. ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ രോഗികൾ കൂടുതൽ പരിഭ്രാന്തരായി. പുക ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജീവനക്കാർ രോഗികളെ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. ആർക്കും പരിക്കില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി സംഭവസ്ഥലത്തെത്തി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്ന് മാറ്റിയ രോഗികളെ മറ്റാശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവരിൽ 3 പേർ ഗുരുതരാവസ്ഥയിലുള്ളവരാണ്. ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് തന്നെ മാറ്റിയതായും അധികൃതർ അറിയിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.